മാത്രമല്ല, ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട് എന്നോട് ചോദിച്ചവരോടൊക്കെ, എൻ്റെ പിതാവ് ആശുപത്രി കിടക്കയിൽ കിടന്ന് മരിക്കുന്നതിന് അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുന്നില്ല. സംസാരിക്കാൻ പറഞ്ഞത് മുഴുവൻ നമുക്ക് മനസ്സിലാകാത്തൊരവസ്ഥയിലേക്ക് വരെ എത്തി. മരിക്കുന്നതിന് 4 ദിവസം മുൻപ് എന്നെ അടുത്ത് വിളിച്ചു പറയുന്നത് മുഴുവൻ എനിക്ക് വ്യക്തമാവുന്നില്ല. എങ്കിലും ഞാൻ ചെവി അടുത്ത് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം, ഞാൻ മരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ പതാക പുതക്കാൻ മറക്കരുത്. എനിക്കും പറയാൻ അത്രയേ ഉള്ളൂ. ഞാനും ഒരു കോൺഗ്രസിൻ്റെ പതാക പുതച്ചുകൊണ്ടായിരിക്കും ഇവിടെ മുക്കട്ട പള്ളിയിലെ പള്ളിക്കാട്ടിലേക്ക് പോകുന്നത്. നമ്മളൊക്കെ ഒരുമിച്ച് നമ്മളൊക്കെ അഭിമാനിച്ച കുറേ വർഷങ്ങളുണ്ട്. ഞാനും നിങ്ങളും മാത്രമല്ല, ഈ നിലമ്പൂരിലെ മുഴുവൻ ജനങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി നീണ്ട 34 വർഷം ഇവിടെ ജനപ്രതിനിധിയായി കുഞ്ഞാക്ക വന്നപ്പോൾ നമ്മളൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ വേഗം നടക്കാൻ രാഷ്ട്രീയത്തിന് അതീതമായി എവിടെയും പോയി എന്തും നമുക്ക് പറയാൻ, അത് സാധിക്കാൻ, നമ്മുടെ കരച്ചിൽ കേൾക്കാൻ ഒക്കെ ഉണ്ടായിരുന്നൊരവസ്ഥാവിശേഷം. ഇന്ന് നിലമ്പൂർ ഒരു നാഥനില്ലാതെ മുന്നോട്ട് പോവുകയാണ് എന്ന് UDFൻ്റെ പ്രവർത്തകരല്ല പറയുന്നത്, ഇടതുപക്ഷത്തെ ആളുകൾ കൂടി കഴിഞ്ഞ 9 വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ കൊണ്ടുവന്ന വികസന പദ്ധതികളൊക്കെ UDF കൊണ്ടുവന്ന, ഈ തൊട്ട് കാണുന്നത്, ഈ കാണുന്നത് ജീവിക്കുന്ന ഒരു നിത്യസ്മാരകമാണ് UDFൻ്റെ KSRTC ബസ് ടെർമിനൽ. നമ്മുടെ ചിരകാല സ്വപ്നമാണ്. നമ്മുടെ മക്കൾ, ബാംഗ്ലൂരിൽ പഠിക്കുന്ന മക്കൾ ഇവിടെ നിന്ന് കോഴിക്കോട്ടേക്ക് പോയി അവിടെ നിന്ന് പ്രൈവറ്റ് ബസ്സിന് വയനാട് വഴി ബാംഗ്ലൂരിലേക്ക് പോവുക. നമുക്ക് സ്വന്തമായി ഒരു ഇൻ്റർസ്റ്റേറ്റ് ബസ് ടെർമിനൽ ഉണ്ടായാൽ കർണാടകത്തിൻ്റെ, തമിഴ്നാടിൻ്റെ, കേരളത്തിൻ്റെ എല്ലാ ബസ്സുകൾക്കും സൗകര്യമുള്ള നമ്മുടെ ഒരു ചിരകാല സ്വപ്നം 13 കോടി രൂപ മുടക്കി നമ്മൾ ഉണ്ടാക്കി. പ്ലാസ്റ്ററിങ് കഴിഞ്ഞു, ഷട്ടർ വെച്ചു. 2016 നമ്മുടെ ഗവൺമെൻറ് ഇറങ്ങിപ്പോന്നപ്പോൾ നിൽക്കുന്ന അതേ അവസ്ഥയിൽ ഇപ്പോഴും നിലനിൽക്കുക. ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. നമുക്ക് ജനപ്രതിനിധിയില്ല, നമ്മുടെ കയ്യിൽ ഭരണമില്ല. നമുക്കറിയാം, നിലമ്പൂരിൻ്റെ ബൈപ്പാസ് 38 കോടി രൂപ ഇബ്രാഹിം കുഞ്ഞ് മിനിസ്റ്റർ അന്ന് വന്ന് പ്രഖ്യാപിച്ച് അത് ഉടനെ നടപ്പിലാക്കി ഉദ്ഘാടനം ചെയ്ത പദ്ധതി ആരംഭിച്ച, പ്രവൃത്തി തുടങ്ങിയ ആ ബൈപ്പാസ് കഴിഞ്ഞ 9 വർഷമായി ഫ്ലെക്സുകളിൽ ഓരോ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ കോടികൾ പ്രഖ്യാപിക്കുന്നു എന്നല്ലാതെ 9 വർഷമായി നിലമ്പൂരുകാർ കബളിപ്പിക്കപ്പെടുകയാണ്. ഇതൊരു സ്റ്റേറ്റ് ഹൈവേ ആണ്, ഇൻ്റർസ്റ്റേറ്റ് ഹൈവേ ആണ്. ഈ റോഡിൻ്റെ അവസ്ഥ നമുക്കറിയാം. അത് നമ്മൾ എത്രമാത്രം നിലമ്പൂരിനെ കബളിപ്പിച്ചു. ഞാനെൻ്റെ പ്രസംഗം ദീർഘിപ്പിക്കുകയല്ല, രാഷ്ട്രീയം പറയേണ്ട സമയമല്ല. ഒരൊറ്റ കാര്യം കൂടി പറയാം. നമ്മുടെ ഗവൺമെൻറ് കോളേജ്, എത്ര പ്രതീക്ഷയോടുകൂടിയാണ് നമുക്കൊരു ഗവൺമെൻറ് കോളേജ് കിട്ടിയത്. നിലമ്പൂരിനൊരു ഗവൺമെൻറ് കോളേജ് കിട്ടിയപ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു നമുക്കൊക്കെ. നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ ദൂരത്ത് പോകണ്ടല്ലോ, വേറെ ആരുടെയും കാല് പിടിക്കണ്ടല്ലോ. പഠിക്കുന്ന മക്കൾക്ക് മെറിറ്റിൽ ആരോടും പറയാതെ, ഒരു ഡൊണേഷനും കൊടുക്കാതെ, നമുക്ക് ഫീസ് കൊടുക്കാതെ പഠിക്കാലോ എന്ന് നമ്മൾ വിചാരിച്ചു, വല്ലാതെ പ്രതീക്ഷിച്ചു. ആ കോളേജ് നമ്മൾ അനുവദിച്ച്, അതിന് സ്ഥലം 5 ഏക്കർ നമ്മൾ അനുവദിച്ച്, കോഴ്സ് തുടങ്ങി, കോഴ്സ് ഫീ അടച്ചു, ആളുകളെ നിയമിച്ചു, എല്ലാം തുടങ്ങി. അപ്പോഴേക്ക് ഭരണകൂടം മാറി. പിന്നീട് 2 കൊല്ലം അത് ഫ്രീസറിൽ വെച്ചു. അവസാനം പ്രക്ഷോഭമുണ്ടായപ്പോൾ, പ്രതിഷേധമുണ്ടായപ്പോൾ പൂക്കോട്ടുംപാടം അങ്ങാടിയിലെ ഒരു പീടികയുടെ 3ാമത്തെ തട്ടും പുറത്ത് നിലമ്പൂരിൻ്റെ ഗവൺമെൻറ് കോളേജ് പ്രവർത്തനം ആരംഭിക്കുക. നിങ്ങൾ ആലോചിക്കുക, ഇതിൻ്റെ കൂടെ ലഭിച്ച മറ്റൊരു കോളേജ് മലപ്പുറത്തുണ്ട്, കൊണ്ടോട്ടിയിൽ TV ഇബ്രാഹിം MLA നിയോജക മണ്ഡലത്തിൽ വിളയിലുള്ള ഗവൺമെൻറ് കോളേജ്. ഇതിൻ്റെ കൂടെ അനുവദിച്ചതാ. കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ സ്ഥിരമായി പോകുന്നതാ. 250 കോടി രൂപയുടെ വികസന പദ്ധതി, 2500 കുട്ടികൾ പഠിക്കുന്ന കോളേജ്. എവിടെ? നമ്മുടെ ഗവൺമെൻറ് കോളേജ്. നമ്മുടെ KSRTC ഇൻഡസ്ട്രിയൽ ടെർമിനൽ. അത് എന്ത് പണിയാണ് ഇനി ബാക്കിയുള്ളത്? നിങ്ങളൊന്ന് നോക്കിക്കേ, എന്ത് പണിയാണ് ഇനി ഇവിടെ ബാക്കിയുള്ളത്? അതൊന്ന് പ്രാവർത്തികവൽക്കരിക്കാൻ. നമ്മുടെ ബൈപ്പാസ്, ഇവിടെ ഇത്രയും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ നമ്മുടെ ബൈപ്പാസ് ഒന്ന് പ്രാവർത്തികവൽക്കരിക്കാൻ. ഇതുപോലെ നിലമ്പൂരിനെ അവഗണിച്ചൊരു കാലം
നമുക്ക് ഓർമ്മയില്ല. നമ്മളൊക്കെ ഓർമ്മ വെച്ചത് മുതൽ യു ഡി എഫിന് ഒരു MLA ഉണ്ട്, പ്രതിപക്ഷത്താണെങ്കിലും പിടിച്ചു വാങ്ങി കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിരുന്നൊരു കാലമുണ്ട്. ഇന്ന് നിലമ്പൂർ പൂർണ്ണമായും അവഗണിക്കപ്പെട്ടു. നിലമ്പൂർ അനാഥമായിരിക്കുന്നൊരവസ്ഥാവിശേഷം. നമുക്ക് അത് തിരിച്ചു കൊണ്ടുവരണം. അതിന് നിങ്ങളുടെ കൂടെ ഞാനുണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരൗപചാരികതയുമില്ലാതെ നിങ്ങളെന്നെ ചേർത്ത് നിങ്ങൾക്ക് എന്നെ ചേർത്ത് പിടിക്കാം. നിങ്ങളുടെ കൂടെ ഞാനുണ്ടാവും. ഞാൻ വീണ്ടും പറയുന്നു, എനിക്കെവിടെയും പോകാനില്ല. എനിക്കൊരു കച്ചവടത്തിനും പുറത്തു പോകാനില്ല. എനിക്ക് പോയിട്ട് വേറെ ഏതെങ്കിലും ഒരു നഗരത്തിൽ ഒരു മെട്രോ നഗരത്തിൽ സ്ഥിരതാമസമാക്കാനില്ല. ഞാൻ ഇവിടെ ജനിച്ചുവെങ്കിൽ, ഇവിടെ ജീവിക്കുന്നുവെങ്കിൽ ഇവിടെ തന്നെ ആയിരിക്കും. മാത്രമല്ല, എൻ്റെ പാർട്ടി എന്നെ സംബന്ധിച്ചിടത്തോളം പല തവണ എനിക്ക് സാമൂഹ്യ പ്രവർത്തനത്തിലുള്ള അവസരം നൽകി. എന്നെ പഞ്ചായത്ത് പ്രസിഡൻ്റാക്കി. നമ്മളെല്ലാവരും കൂടി നിരവധി പദ്ധതികൾ നടപ്പിലാക്കി. മാത്രമല്ല, രാജ്യത്തിന് മാതൃകയായ അംഗീകാരങ്ങൾ ഈ നാട്ടിലേക്ക് നമ്മൾ നേടിക്കും. അതെൻ്റെ മാത്രം കഴിവല്ല, നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നതുകൊണ്ട് നിരവധി അംഗീകാരങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. പാർട്ടി എന്നെ നഗരസഭ ചെയർമാനാക്കി. നമ്മളെല്ലാവരും കൂടി കേരളത്തിലെ ഏറ്റവും നല്ല നഗരസഭകൾ അവാർഡുകൾ വാങ്ങിച്ചു. ദേശീയ തലത്തിൽ അംഗീകാരങ്ങൾ ഈ നിലമ്പൂരിന് കിട്ടി. യൂണിസെഫ് നമ്മളെ അംഗീകരിച്ചു. അങ്ങനെ നിരവധി കാര്യങ്ങൾ. ഞാൻ അതിലേക്ക് സമയക്കുറവ് കൊണ്ട് പോകുന്നില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് പാർട്ടി തന്ന ഈ അവസരം അതിഗൗരവമുള്ളതാണ്. കൊണ്ടുവന്നത് നിലമ്പൂരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് UDF അധികാരത്തിൽ വരണം. സർക്കാർ നിലമ്പൂരിനെ അവഗണിക്കുന്നു. ജനങ്ങളുടെ പിന്തുണ വേണമെന്നും ആര്യാടൻ ഷൗക്കത്ത്.